2024 ഓണത്തോടനുബന്ധിച്ച് ആയൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത പാർക്കിംഗ് നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. തിരുവനന്തപുരം കൊട്ടാരക്കര MC റോഡിലെ ആയൂർ ടൗണിലെ സ്പൈസി ഹോട്ടലിന് മുൻവശം മുതൽ ആയൂർ ജംഗ്ഷൻ വരെ ഇടതുവശത്ത് വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഈ റോഡിൽ അൽ-അമീൻ ഗ്രൗണ്ടിലും KSTP ഗ്രൗണ്ടിലും അലങ്കാർ ടെക്സ്റ്റൈൽസിന് എതിർവശത്തായുള്ള ഗ്രൗണ്ടിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ്. ഓയൂർ റോഡിൽ വെയിറ്റിംഗ് ഷെഡ് വരെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ആയൂർ കൊട്ടാരക്കര റോഡിൽ ആയൂർ സിഗ്നൽ മുതൽ SBI ബാങ്ക് ജംഗ്ഷൻ വരെ വലത് ഭാഗത്ത് വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ശ്രീഭദ്ര ഫർണിച്ചറിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലും മലങ്കര കത്തോലിക് ചർച്ച് ചെറുപുഷ്പ സ്കൂളിന് സമീപം ഗ്രൗണ്ടിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ്. ആയൂർ അഞ്ചൽ റോഡിൽ ഏണക്കാട് പ്രസ് വരെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഈ സ്ഥലങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ ആമ്പാടി ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ടിനകത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. ഡിവൈഡർ കഴിഞ്ഞുള്ള ഭാഗത്തു മാത്രമേ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാൻ പാടുള്ളൂ. MC റോഡിൽ ബസ്സുകൾ നിശ്ചിത സമയത്തിൽ കൂടുതൽ വെയിറ്റിംഗ് പാടില്ല. ആയൂർ കൊട്ടാരക്കര MC റോഡിൽ കാവിൻ്റെ മുൻവശം മുതൽ ശ്രീഭദ്ര ജംഗ്ഷൻ വരെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗ് പാടില്ല എന്നും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും ചടയമംഗലം പോലീസും അറിയിച്ചു. കൊട്ടാരക്കര മുതൽ നിലമേൽ വരെ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ വൻ വാഹന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വാഹനങ്ങൾ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയൂർ സിഗ്നലിൽ നിന്നും മാർത്തോമ കോളേജിലേക്ക് പോകുന്ന റൂട്ടിലുള്ള വാഹന തിരക്കാണ്. ഓരോ വാഹനങ്ങളും ഇഴഞ്ഞിഴഞ്ഞാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളുമായി റോഡിലിറങ്ങുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. കഴിവിൻ്റെ പരമാവധി ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് മറ്റ് മെയിൻ റോഡുകളിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം കൂടി നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ട്രാഫിക് കുരുക്കുകളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. വളരെ അത്യാവശ്യമായിട്ട് വരുന്ന വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്കാണ്. ഇനി വരും ദിവസങ്ങളിൽ ഈ ട്രാഫിക് ബ്ലോക്ക് കൂടുകയല്ലാതെ കുറയുകയില്ല എന്നാണ് മനസ്സിലാവുന്നത്. MC റോഡിൻ്റെ ഒരു ലൈനിൻ്റെ ഉള്ളിൽ 2 വാഹനങ്ങൾ വീതം വരിയായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ആയൂർ ടൗണിലേക്ക് വാഹനങ്ങളുമായി എത്തുന്ന ആളുകൾ കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാർക്ക് ചെയ്യണം എന്ന് അറിയിക്കുകയാണ്. കൂടുതൽ നാട്ടുവാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ആയൂർ ന്യൂസിനെ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.